ഞാനിന്ന് പാലക്കാടൻ സ്റ്റൈലിൽ ഒരു മുളകാ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം. അതോടുകൂടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ കറിക്ക് ആദ്യമായിട്ട് വേണ്ടത് പച്ചമുളക് മാത്രം. അതേ പച്ചമുളക് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഞാനത് ഇതിങ്ങനെ നടുവിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കീറിയിട്ടാൽ മതി പച്ചമുളക്. അല്ലാതെ രണ്ടായിട്ട് മുറിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ഇതുപോലെ കീറിയിടണം, അതാണ് ഈ കാണിക്കുന്നത്. നമുക്ക് ഞെട്ടിയോട് കൂടിയിട്ട് അങ്ങോട്ട് ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ എരിവ് ഈ കൂട്ടാനിൽ വരും. ഈ കറിയിൽ നന്നായിട്ട് അത് മണം ഉണ്ടാവും. പച്ചമുളകിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരും. അപ്പോൾ ആദ്യമായിട്ട് നമുക്കത് പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമുക്കൊരു സ്പൂണ് കടുക് ഇട്ടിട്ട് അതൊന്ന് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉലുവ ഇടണം. ഒരു 1/2 സ്പൂൺ ഉലുവ ഇടുക. അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില, ഡ്രൈ ചില്ലി ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റി നമുക്കത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ പച്ചമുളക്, കീറി വെച്ച പച്ചമുളക് നമുക്ക് അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതൊരു 5 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. നമുക്ക് ആ ഒരു കളറിങ്ങനെ അത് കുറച്ച് പൊട്ടുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. കുറച്ച് ദൂരത്ത് മാറി നിന്നിട്ട് ഒന്ന് വഴറ്റണം. എന്നിട്ട് ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളി അങ്ങോട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കണം കേട്ടോ. പുളിയുടെ പിഴിഞ്ഞ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒഴിച്ചതിന് ശേഷം ഇതിന് പുളിയുടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരും. എന്നിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ കാശ്മീരി ചില്ലി ഇട്ടിരിക്കുന്നത് കേട്ടോ. അതൊരു കളറിന് വേണ്ടി ഞാൻ ഇട്ട് കൊടുത്താണ്. ചിലവർ ഇത് മുളക് പൊടി ഇടാറില്ല, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഈ പച്ചമുളകിൻ്റെ എരിവിലായിരിക്കും ഈ കറി ഉണ്ടാവുക കേട്ടോ. ഞാനൊരു കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ടു എന്ന് മാത്രം. പിന്നെ അതിൻ്റെ കൂടെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അത് തിളയ്ക്കാൻ വെക്കണം. തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തേങ്ങയുടെ കൂടെ നമുക്ക് കടുകിടണം. ഒരു സ്പൂണ്, 1.25 സ്പൂണ് കടുകിടണം. എന്നിട്ട് പിന്നെ അതിന് ശേഷം ജീരകം കുറച്ചിട്ട് ഒരു 1/2 സ്പൂൺ ജീരകം മതിയാവും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ അരയ്ക്കുന്നതാണ് ഈ കാണിക്കുന്നത്. നന്നായി അരച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് ഈ കറി നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ പുളി ഒന്ന് വേകണമല്ലോ. തിളച്ച് തുടങ്ങുമ്പോൾ പുളിയുടെ ആ പച്ച സ്മെല്ലൊന്ന് പോകണം. ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ നാളികേരം അരച്ചത് നമുക്കതിൽ ചേർത്താം. കുറച്ച് അതായത് നാളികേരം അരയ്ക്കുന്ന നേരം കുറച്ച് തിക്ക് ഉണ്ടാവും കേട്ടോ. നമുക്ക് വേണ്ടതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് വെള്ളം വേണമെങ്കിൽ വെള്ളമാക്കാം, അല്ലെങ്കിൽ വെള്ളം കുറച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇത് കുറച്ച് ഉപ്പ് കുറവാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. നാളികേരം അരച്ചു കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത്. അപ്പോൾ നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് ഒന്ന് മാറും. അതുകൊണ്ടാണ്. ഒന്നിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് തൈര് ആഡ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു കേട്ടോ. അതിന് ശേഷം ഇതിൽ തൈര് ആഡ് ചെയ്തിട്ട് ഇതിൽ അതാണ് ഒരു പ്രത്യേകത കേട്ടോ. നമ്മൾ പുളിയും ആഡ് ചെയ്യും, തൈരും ആഡ് ചെയ്യും. അപ്പോൾ അത് രണ്ടും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ്. അതായത് ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ്. പിന്നെ ഇതിൽ കുറച്ച് നമുക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം. ഒരു പൊട്ട് ശർക്കര നമുക്കിതിൽ ചേർത്താം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ പുളിയുടെയും ഈ തൈരിൻ്റെയും കൂടെ കുറച്ച് ശർക്കരയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. അപ്പം ഞാനിത് വാങ്ങി വെച്ചതിന് ശേഷമാണ് ശർക്കര ഇട്ട്. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു. അപ്പം ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പം അങ്ങനെ ഇത് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ തൈര് ഒഴിച്ച ശേഷം അധികം തിളപ്പിക്കരുത്.
ഒന്ന് പൊന്തി വരുമ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്തിടണം. നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കില്ല കറികൾ, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതുപോലെ അപ്പോൾ അത് സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നല്ല ചൂട് ചോറോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. ഇതിൽ ശർക്കര ഇടാൻ മറക്കരുത്, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ ശർക്കര ഇടുന്ന വീഡിയോ അതിലിടാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒരു പീസ് ശർക്കര അതിലേക്ക് ഇടുക. പൊടിയാണെങ്കിൽ പൊടി ഇടുക, 1 സ്പൂണ് 2 സ്പൂണൊക്കെ ഇടാം. നിങ്ങൾക്ക് ആ മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഇടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ കറി റെഡിയായി കേട്ടോ.